ഇന്ന് രാവിലെ ഓട്ടോയിലൊക്കെ കയറിയാ വന്നത്. അതെ, എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു ഓട്ടോയിലെ യാത്രയും കയ്യിൽ നിന്ന് കൊടുത്ത കാശിന്റെ കാര്യവും? ഗവൺമെന്റിനെ കളയാക്കിയതാണോ? എനിക്ക് നല്ല നല്ല പ്രതിഷേധമുണ്ട് കേട്ടോ. ഞാൻ ഓർത്ത് ഈ നാട്ടിലെങ്കിൽ ഇച്ചിരി മര്യാദ ഉള്ളവരായിരിക്കും ആൾക്കാരെന്നാണ് വിചാരിച്ചത്. എന്റെ പൊന്നളിയ, ഞാൻ ഈ പെരുന്നാ ജംഗ്ഷൻ അവിടുന്ന് ബസ് ഇറങ്ങി ജസ്റ്റ് തൊട്ടടുത്ത് കിടക്കുന്ന ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് വിളിച്ചു. എനിക്ക് സ്റ്റാൻഡിൽ നിന്ന് ഓട്ടോ വിളിക്കുന്ന മെയിൻ റീസൺ ഈ കഴുത്തറപ്പനായതുള്ളത് ഞാൻ പറയാം. ഇപ്പോഴത്തെ ഓട്ടോക്കാർ കഴുത്തറപ്പൻ എന്ന് ഈക്വൽ ടു എന്ന് പറയേണ്ടി വരും. പണ്ടൊക്കെ ആയിരുന്നു സവാരി എന്നൊക്കെ പറയുന്നത്. ഞാൻ കയറുന്നു. നമുക്ക് ഇപ്പൊ ഈ ഗൂഗിൾ മാപ്പിന് അമ്മച്ചുകൊണ്ട് കുറെ ഗുണങ്ങളുണ്ട്. എത്ര കിലോമീറ്ററുള്ള ഏതൊക്കെ സ്ഥലത്ത് എത്ര കിലോമീറ്ററിൽ എത്താമെന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ഞാൻ നോക്കുമ്പോ ഏതാണ്ട് 1.2 കിലോമീറ്റർ. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചു രാവിലെ അല്ലേ നടന്നേക്കാം. പിന്നെ ഈ വെയിൽ കാരണം ഞാൻ വിചാരിച്ചു സമയം എനിക്ക് അമ്പലത്തിൽ കയറണമായിരുന്നു. തൊട്ടടുത്ത് തന്നെ അമ്പലത്തിൽ തൊട്ടടുത്താണ് നമ്മുടെ ഓഫീസ്. അപ്പൊ അറിയാലോ പൗർണമിക്ക് നമ്മുടെ ഓഫീസിന്റെ ചേർന്നല്ലേ. അപ്പൊ പൗർണമി പറയുന്നത് അമ്പലം നല്ലതാണ്, ഇവിടുത്തെ ഫേമസ് ക്ഷേത്രമാണ്. അപ്പൊ ഒന്ന് കയറിയേക്കാന്ന് വിചാരിച്ചു ഞാൻ ഓട്ടോ പിടിച്ച് അമ്പലത്തിന്റെ വാതിക്കെ കൊണ്ട് അണ്ണൻ ഇറക്കി തന്നെ. ഞാൻ ചേട്ടാ എത്ര? 40 രൂപ. പിന്നെ രാവിലെ ഞാൻ ഭഗവാന്റെ അടിക്കാൻ വന്നു. ഈ അമ്പലത്തിന്റെ വാതിക്കാൻ എനിക്ക് വയ്യ തർക്കിക്കാൻ. ഞാൻ ഒന്നും പറയാൻ ഞാനങ്ങ് കൊടുത്തു. എന്നെ വിളിക്കുന്നുണ്ട്, ചേച്ചി ഒന്ന് വിളിക്കണോ ഇല്ലെങ്കിൽ ചേച്ചി അമ്പലത്തിലോട്ട് വരുമോ എന്നോട് ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ വന്നോളാം. തൊട്ടടുത്ത് ഇറങ്ങുന്ന തൊട്ടപ്പുറത്തിന് ഓട്ടോ സ്റ്റാൻഡ് ഉണ്ടല്ലോ. സത്യത്തിൽ ഇതിനെ കുറിച്ചൊരു ചർച്ച നേരത്തെ തന്നെ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്ന. ഇതുപോലെ അതായത് ആ ഒരു സമൂഹം എല്ലാവരും അടച്ചാക്ഷേപിക്കില്ല എങ്കിലും ഒരു 80% ഓട്ടോക്കാരും ഇന്ന് ജനങ്ങളെ പിഴിയുന്നവർ തന്നെയാണ്. തീർച്ചയായിട്ടും നമ്മൾ ഇവര് പറയുന്നുണ്ടല്ലോ, അതായത് ഈ ഒരു 1.5 കിലോമീറ്റർ ദൂരം വരെ മിനിമം ചാർജ്, നമ്മുടെ മിനിമം ചാർജ് മിനിമം ചാർജ് 30 രൂപയാണ്. 1 കിലോമീറ്ററിന് 100 മീറ്റർ, 1 കിലോമീറ്റർ പ്ലസ് 100 കൂടെ ആഡ് ചെയ്ത് ഇയാൾ എനിക്ക് എന്ത് അധികാരത്തിലാണ് 30-40 രൂപ മേടിച്ചത്? ആരാണ് ഇതിനൊക്കെ ഇവർക്ക് പെർമിഷൻ കൊടുത്തിരിക്കുന്നത്? ഇതൊന്നും നമ്മുടെ അധികാരികൾ കാണുന്നില്ല. അതായത് 30 രൂപ പോലും വാങ്ങേണ്ട ഓട്ടോ ഇല്ല. കാരണം 1.5 കിലോമീറ്റർ ഇല്ല. ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1.5 കിലോമീറ്റർ. ഷാരിക്ക് ഇപ്പൊ പറഞ്ഞു നമ്മുടെ നാട്ടിൽ ഇവിടെയെങ്കിലും ഭേദമായിരിക്കും എന്ന് പറഞ്ഞു. അതായത് മറ്റുള്ളിടത്തെല്ലാം ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്നുള്ളത് തന്നെയല്ലേ? തീർച്ചയായിട്ടും അത് ഞാൻ ആഡ് ഓൺ ചെയ്യാനുള്ള കാര്യം എനിക്ക് പൗർണമി നിന്ന് വരുമെന്ന് എനിക്കറിയാം. എന്റെ നാടായ ആലപ്പുഴയിൽ കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ ഒരു സ്ഥലത്ത് പോയി ചെറുപ്പായതുകൊണ്ട് ഞാൻ വണ്ടി എടുത്തില്ല. ഇടയ്ക്ക് ഓട്ടോക്കാരായിരിക്കുമല്ലോ. ഞാൻ അവിടുന്ന് കയറുന്നു. ജസ്റ്റ് ഈ പറയുന്ന ഒരു 4 കിലോമീറ്റർ ഇല്ല, 2.5 കിലോമീറ്റർ 2.5 കിലോമീറ്റർ ദൂരത്തിലേക്ക് ഒരു YMCA എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് മുല്ലേക്ക് ഔട്ട് പോസ്റ്റ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഓട്ടോ ഓടിച്ചു. അത് സ്റ്റാൻഡ് അല്ല, പോകുന്ന വഴിക്ക് ഒരാളെ പിടിച്ചു. സാധാരണ ഇതിൽ നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് പിടിച്ചാൽ നിങ്ങൾ എത്രയാ കൊടുക്കുന്നതെന്ന് വെച്ച് തന്നാൽ മതി എന്നാ പറയാറ്. എന്നെ അവിടെ കൊണ്ടിറക്കി ഈ പറയുന്ന സ്ഥലത്ത് ഔട്ട് പോസ്റ്റിന്റെ വാതിക്കെ കൊണ്ട് ഇറക്കുന്നു. ഞാൻ ചേട്ടാ എത്ര? 50. ഞാൻ പറഞ്ഞു 50ഓ? ചേട്ടാ ഞാൻ എന്റെ ഈ മുടിയും മട്ടും ഇതൊക്കെ കണ്ട ആൾക്കാർ വെച്ച് ഞാനത് ഗോക്കാരിയാണെന്നോ ഏതോ നോർത്ത് ഇന്ത്യ ആണെന്നൊരു ചിന്തയുണ്ട് ആൾക്കാർക്ക്. നമ്മൾ ചേട്ടാ ഞാൻ മലയാളിയാണ്, തനി ആലപ്പുഴക്കാരിയാണ്, നിങ്ങൾ എന്തരത്തിലാകുമ്പോ ചോദിച്ചു. അത് ഇവിടെ ഒന്നും അറിയാത്ത വേണ്ടി മീറ്ററിലേക്ക് നോക്കുന്നു, എന്തൊക്കെ ഷോ കാണിക്കുന്നു. ഞാൻ പറഞ്ഞു ചേട്ടാ 40. ഞാൻ 30 കൊടുക്കേണ്ട കാര്യമുള്ളൂ. അത് പറ്റത്തില്ല. 40 മേടിക്കേണ്ട കാര്യം 2.5 കിലോമീറ്റർ. അത് ഓക്കെ, ഒരു മിനിമം ചാർജ് 35 രൂപ, ഓക്കെ ഫൈൻ. പക്ഷെ പോട്ടെ, 50 അങ്ങ് കാര്യം. ഞാൻ പറഞ്ഞു ചേട്ടാ ഈ തിണ്ണമെടുക്ക് കാണിക്കല്ലേ. അങ്ങനെയാണോ ചേട്ടാ? തിണ്ണമെടുക്ക് കാണിക്കല്ലേ? ഞാനും ഈ നാട്ടുകാരി, ചേട്ടനും ഈ നാട്ടുകാരൻ. ചേട്ടൻ ഏത് സ്റ്റാൻഡിൽ കിടന്നില്ല, ഞാൻ വന്നതാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാലും കൊള്ളാവോ? നമ്മൾ വിളിക്കുമ്പോ മട്ടും ഭാവവും ഡ്രസ്സും ഒക്കെ കണ്ട ഒരാളെ പിന്നെ ഇങ്ങനെ കാണിച്ചോ. വിദേശികളുടെ അടുത്തുനിന്ന് എന്തും നടക്കും. ആലപ്പുഴ വിദേശികൾ, ഞാൻ അവിടെ എപ്പോഴും ശ്രദ്ധിക്കും, വിദേശികൾ ആരും ഓട്ടോ കയറത്തില്ല. അവരെ കഴുത്ത് അറുത്തിടുക അവിടെ. ഇപ്പം ഷാരിക്ക് ഇപ്പൊ പറഞ്ഞല്ലോ മീറ്ററിലൊക്കെ പുള്ളി നോക്കിയെന്ന്. എല്ലാ ഓട്ടോകൾക്കും ഈ പറയുന്ന മീറ്റർ ഒക്കെ ഉണ്ട്. ഈ മീറ്ററിനകത്ത് കാണുന്ന പൈസ അല്ലെങ്കിൽ മീറ്റർ ഓൺ ആക്കാറുണ്ടോ പലരും? ഞാൻ ജോലിയെടുക്കാതെ എന്റെ ഒരു ഓർമ്മശീലം എനിക്ക് 10 വർഷം മുമ്പ് സ്ട്രിക്റ്റ് ആയിട്ട് ഈ പിന്നെ മീറ്റർ ഇടുന്ന നിയമം കൊണ്ടുവന്നിരുന്നു. അതിനുശേഷം എന്തോ കാരണത്താൽ മീറ്റർ വാടക കൂടുതലാണ്, മീറ്റർ വെക്കാതെ ഓട്ടോ ഇറക്കാൻ പറ്റില്ല, അങ്ങനെ. അല്ല, ഈ ഫിറ്റ്നസ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മീറ്റർ ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുള്ളൂ. പക്ഷെ എന്തിനാണ് മീറ്റർ? ഈ പറഞ്ഞ പമ്പലത്തിന്റെയോ പള്ളിയുടെ ഒക്കെ മുകളിൽ കുരിശു വെച്ചിരിക്കുന്നു, അല്ലെ സ്തൂപങ്ങളും സ്തംഭങ്ങളും ഇതൊന്നും വർക്ക് ചെയ്ത് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഞാൻ ഒട്ടും കണ്ടിട്ടില്ല. നമ്മുടെ നാട്ടിൽ ഇല്ല. കാണാൻ സാധിക്കുന്ന ആരെങ്കിലും മീറ്റർ ഇട്ടിട്ട് വേണ്ടേ പൗർണമി? ശരിയാ. നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ട് മീറ്റർ ഇടുന്നില്ല? നിങ്ങൾ ഇതിന് മറുപടി പറയണേ സർക്കാർ. എന്തുകൊണ്ട് മീറ്റർ ഇട്ട് ഓട്ടോക്കാർ വണ്ടി ഓടിക്കുന്നില്ല? ടാക്സിക്കാർക്ക് ടാക്സി കൂലി, ഇപ്പൊ നമ്മൾ യൂബർ, അതിനൊക്കെ കറക്റ്റ് പേയ്മെന്റ് ഉണ്ട്. നമ്മൾ നോക്കും പോകുന്നെങ്കിൽ ഇപ്പൊ 46 രൂപയുടെ ഓല ഓട്ടോ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ 80 രൂപയാണ് നോർമൽ ഓട്ടോക്കാരെ മേടിക്കുന്നത്. അല്ല, സാധാരണക്കാർക്ക് അറിയോ? അല്ലെങ്കിൽ ഒരുപക്ഷെ അറിയാമെങ്കിൽ പോലും ഓട്ടോക്കാർ പറയുന്ന ആ ഒരു പൈസ അവർ കൊടുക്കുവാണ്. കൊച്ചിയിൽ നമ്മൾ ഓട്ടോ പിടിച്ചിരിക്കട്ടെ, കൊച്ചിയിൽ ഓട്ടോ സ്വന്തം ഇഷ്ടമായിട്ടോ. നമ്മൾ ആരെങ്കിലും ഓട്ടോ പൈസ ചോദിച്ചാൽ എത്രയാണ് കലൂര് വരെ പോകുന്നത്? അല്ലെ, ഇപ്പൊ നമ്മൾ വൈറ്റിലെ ജംഗ്ഷനിൽ ബസ് ഇറങ്ങിയിട്ട് നമ്മൾ ചോദിക്കാം ചേട്ടാ MG റോഡ് വരെ പോകുന്നതിന് എത്ര രൂപ? മെട്രോയിലേക്ക് പോകുന്ന പ്രൈവറ്റ് ബസ് ഉണ്ട് തൊട്ടടുത്ത്. നമുക്ക് വേണമെങ്കിൽ, അതാണ് അവരുടെ മട്ടത്, വേണമെങ്കിൽ പ്രൈവറ്റ് ബസ് കയറിപ്പോക്കും. ഞങ്ങൾ ഇവിടെ കിടക്കുന്നത് ഞങ്ങൾ സവാരിക്ക് വേണ്ടിയിട്ടിരിക്കുന്നത് വേണമല്ലോ, ഈ ടൂറിസ്റ്റുകളെ മാത്രം. അപ്പൊ ചേട്ടാ എത്രയാണ്? 100 രൂപ. 100 രൂപയോ? MG റോഡ് വരെ പോകുന്നതിനോ 2 കിലോമീറ്റർ?
നിങ്ങൾക്ക് വേണമെങ്കിൽ കയറിയാൽ മതി, അല്ലെങ്കിൽ 60 രൂപ. ചില സ്ഥിരമായിട്ട് നമ്മൾ കയറുന്ന പരിചയക്കാരാണെങ്കിൽ 60, 40. നമുക്ക് എല്ലാവരും ലോകത്തുള്ള എല്ലാവരും മുഴുവൻ നമ്മൾ മുതുകളാക്കി വെക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. അത് തന്നെയല്ല, ഇപ്പൊ ഈ പറഞ്ഞ 80% ആളുകളും ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ 20% മാന്യമായിട്ട് വാങ്ങുന്ന ആളുകളുണ്ട്, അവർക്കും കൂടെ ചീത്തപ്പേര് അല്ലെങ്കിൽ അവരെ കൂടെ അടച്ചാക്ഷേപിക്കുന്ന അല്ലെ അവഹേളിക്കുന്ന രീതിയിലാണ് ബാക്കിയുള്ളവരുടെ പ്രവൃത്തി. ഇപ്പൊ ആലുവയില് ഓട്ടോക്കാരുടെ കേസ് പറയുകയാണെങ്കിൽ, ആലുവ റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് ഞാൻ വേറൊരു ഒരു മീഡിയയിൽ വർക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് ഞാൻ ആലുവ റെയിൽവേ സ്റ്റേഷൻ ഓട്ടോ ഉണ്ട്. ഓട്ടോ എന്ന് വെച്ചാൽ നമ്മൾ 2 രൂപ കൊടുത്ത് ടോക്കൺ. തിരുവനന്തപുരത്തും അങ്ങനെ തന്നെയാണ്. പക്ഷെ തിരുവനന്തപുരത്തിൽ വ്യത്യാസമുണ്ട്. ആലുവ എന്ന് പറഞ്ഞാൽ ദൂരെയുള്ള ഓട്ടോക്കാരിലേക്ക് അവർ ഓട്ടം പോകത്തുള്ളൂ. നമ്മൾ അടുത്ത് 40-50 വെച്ച് നിങ്ങൾക്ക് പുച്ഛവാ വരികയല്ല. ഞാൻ പിന്നെ 2 രൂപ ടോക്കൺ എടുക്കണം. അത്ര 2 രൂപ ടോക്കൺ എടുത്തിട്ട് 40 രൂപ മേടിക്കുന്നത് 60 രൂപ എഴുതുന്നത്. അവിടെ തോട്ടുമുഖം എന്ന് പറഞ്ഞ സ്റ്റോപ്പിലേക്കാണ് എനിക്ക് പോകേണ്ടിരുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ പറയുമല്ലോ, തോട്ടുമുഖം 60. അപ്പം ഒരു ദിവസം ആദ്യമായിട്ട് ഞാൻ അങ്ങനെ ഓട്ടോ കയറി ചെല്ലുമ്പോൾ ഈ ഓട്ടോക്കാരെ തൊട്ടടുത്ത്, അതായത് നമുക്ക് കൂടി ഒന്ന് ഞാൻ നോക്കി, ഒരു ദിവസം നടന്നു വന്നു. അവിടുന്ന് ഓഫീസിൽ നിന്ന് ഞാൻ നടന്ന് മീഡിയയിൽ നിന്ന് നടന്ന് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വരുമ്പോൾ 20 മിനിറ്റ് നടപ്പ്, കറക്റ്റ് 900 മീറ്റർ ദൂരമേ ഉള്ളൂ. അപ്പൊ ഞാൻ നടന്നു വരുന്നതിന് തൊട്ട് മുമ്പ് രാവിലെ ഞാൻ ഓട്ടോയിൽ കയറിയപ്പോ ഈ 60 രൂപ ടോക്കൺ ഒന്ന് കയറി കഴിഞ്ഞാൽ അയാളോട് ഇറക്കി കഴിഞ്ഞപ്പോൾ ചോദിച്ചു, ചേട്ടാ 60 ആണല്ലോ. അയ്യോ കുഞ്ഞ് 60 ഇല്ല, 40 ഉള്ളൂ എന്ന് പറഞ്ഞ് മേടിച്ചൊരു ഓട്ടോക്കാരൻ. 50 എന്നിട്ട് ആളെ കടിക്കുന്നു മേടിച്ചു. ശരിക്കും പറഞ്ഞാൽ 40 രൂപയേ ഉള്ളൂ മിനിമം. ഞാൻ പറഞ്ഞില്ലേ 1.5 കിലോമീറ്റർ ആണ് മിനിമം ചാർജ് എങ്കിൽ 40 ഇല്ല, 30 കൊടുത്താൽ പോരെ. ഇവർക്ക് ആരാണ് ഈ തോന്നിയ പോലെ ഫെയർ മേടിക്കാൻ? ഈ മിനിമം ചാർജ് 30 വെക്കുമ്പോ തിരിച്ച് രാത്രി കാലങ്ങളിൽ 8 മണിക്ക് ശേഷം നമ്മുടെ പ്രിയപ്പെട്ട കമ്മീഷണർ കമ്മീഷണർ തന്നെ പറഞ്ഞു, ഗതാഗത കമ്മീഷണർ പറയുന്നു 50% തിരിച്ചു വാങ്ങിക്കാം. തിരിച്ചവര് വേക്കന്റ് ആയിട്ട് പോകുന്നതുകൊണ്ട് ഇപ്പൊ 60 മേടിക്കുകയാണെങ്കിൽ അതിന്റെ പകുതി കൂടെ ആഡ് ചെയ്തുകൊണ്ട് 90 രൂപ മേടിക്കാം. ദാറ്റ്സ് ഫൈൻ, ആയിക്കോട്ടെ, 8 മണിക്ക് ശേഷം ചെയ്തോളൂ. പക്ഷെ മിനിമം ചാർജിന് അപ്പുറം ഈ കടുത്തിറക്കാൻ ആർക്കാണ് ഇവർക്ക് പെർമിഷൻ കൊടുത്തിരിക്കുന്നത്? മിനിമം ചാർജ് എന്ന് പറയുന്നത് 1.5 കിലോമീറ്റർ 30 രൂപ. പിന്നെ അതിന് പുറത്തോട്ട് വരുമ്പോഴത്തേക്ക് 1 കിലോമീറ്റർ അധികം ഓടുന്നതിന് പിന്നെ 15 രൂപ നിരക്കില്ല. പിന്നെ ഓരോ 100 മീറ്ററും 1.5 രൂപ വെച്ച്. അല്ല, ഇതൊന്നും ശരിക്കും പറഞ്ഞാൽ ഒരുപക്ഷെ ഒരു വിഭാഗം ആളുകൾക്ക് ഇതിനെ പറ്റിയുള്ളൊരു ധാരണയുണ്ട്. എങ്കിൽ പോലും ഈ ഓട്ടോക്കാർ പറയുമ്പോൾ തിരിച്ച് തർക്കിക്കാനോ അല്ലെങ്കിൽ ഒരു അക്ഷരം നമ്മൾ നാണം കെട്ട് അവസാനം പ്രാക്ക് മേടിച്ച് പോകേണ്ടി വരുന്നോർത്ത് എനിക്ക് തർക്കിക്കാൻ ഇഷ്ടമുണ്ട്. ഞാൻ തർക്കിക്കുന്ന തർക്ക വിദ്വാനിയാണ് ഞാൻ. പക്ഷെ എനിക്ക് വയ്യ. നീയൊക്കെ ഒഴുകി കിട്ടി വരുന്നവര് പക്ഷെ ആ തരത്തിലോട്ട് ഈ ഒരു കാര്യത്തെ ഇതൊരു പ്രശ്നമാക്കേണ്ട കാര്യമുണ്ടോ? അവര് ചെയ്യേണ്ട, അവർക്കും നിയമം അനുശാസിച്ചു കൊടുത്തിരിക്കുന്ന ആ ഒരു കാര്യം പാലിക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്കും ബുദ്ധിമുട്ട് വരില്ല, അവർക്കും ബുദ്ധിമുട്ട് വരില്ല. പിന്നെ എന്തിനാണ് യഥാർത്ഥത്തിൽ അവരിങ്ങനെ പിടിച്ചു പറിക്കാൻ വേണ്ടി തന്നെ ഇരിക്കുന്നത്? കാശിനാർത്തി അല്ല എന്നാ അവർക്ക്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ പറയുന്ന പോലെ സാധാരണക്കാരും അധ്വാനിച്ചുണ്ടാക്കുന്ന ഈ പറയുന്ന ചോറും പച്ചച്ചോറും കഴിച്ച് ജീവിക്കുന്നവർ തന്നെ, ഓട്ടോക്കാർ മാത്രമല്ല, ഈ പറയുന്ന ഓട്ടോയിൽ ചെന്നിറങ്ങുന്ന ആൾക്കാരും കഷ്ടപ്പെട്ട് ജോലിക്ക് വേണ്ടി പോകുന്നത് തന്നെയാണ് ഭൂരിഭാഗം ആൾക്കാർ. ഓട്ടോയിൽ കയറുന്ന വെച്ചാൽ ഒരു കാശുകാരല്ല. നമ്മുടെ കയ്യിൽ ബസ് കൂലിക്ക് വെച്ചിരിക്കുന്ന പൈസ കൂടെ പിടിച്ചു പറിച്ച് മേടിക്കുകയാണ്. പ്രത്യേകിച്ച് എറണാകുളം, ആലുവ പോലുള്ള സ്ഥലങ്ങളിൽ. എറണാകുളം അതുപോലെ തിരുവനന്തപുരത്താണെങ്കിൽ പ്രീപെയ്ഡ് ടാക്സി ഉണ്ടോ? തിരുവനന്തപുരത്ത് കുറെ കൂടെ എനിക്ക് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലുണ്ട്. തിരുവനന്തപുരത്ത് കയറി കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് ഏറ്റവും വലിയ ഗുണം എല്ലാം 100 രൂപയുടെ കണക്കുകളോടെ. അതെ, ഇപ്പൊ നമുക്ക് കൊച്ചുവേളിക്ക് പോകണം 300 രൂപ. മറ്റേ എന്താണ് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിലേക്ക് നമുക്ക് തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് പോകണമെങ്കിൽ 250 രൂപ. അത്രയൊന്നും ഇല്ല ആക്ച്വലി. ബസ്സിന് പോകുമ്പോൾ തന്നെ മിനിമം ചാർജ് 10, 30, 40 രൂപയുള്ളൂ. ഈ ഇങ്ങനെയുള്ള ഈ ഒരു കഴുത്തറപ്പൻ മേടലിന്റെ കാര്യം തീർച്ചയായും അധികൃതർ അറിയുന്നുണ്ടാവുമല്ലോ, അറിയാതിരിക്കേണ്ട കാര്യമില്ല. കാരണം 1-2 ആളുകളല്ല അങ്ങനെ വാങ്ങുന്നത്, വാങ്ങുന്നത്. എനിക്ക് ഒറ്റ കാര്യം, എന്തുകൊണ്ട് മീറ്റർ ഇടുന്നില്ല? അതിന് ഉത്തരം ഇവര് പറഞ്ഞേ പറ്റൂ. മീറ്റർ ഇട്ട് എന്തുകൊണ്ട് വണ്ടി ഓടിക്കും? ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ തോന്നിയ ദിവസം മേടിക്കണമെങ്കിൽ പ്രൈവറ്റ് ബസ്സുകാർക്ക് തോന്നിയ പോലെ മേടിച്ചാൽ ഈ പറയുന്ന പോലെ നമ്മുടെ KSRTC ഇങ്ങനൊരു ഫെയർ കൊണ്ടുവരേണ്ട കാര്യമില്ലല്ലോ. എന്താണ് പിന്നെ മിനിമം ചാർജ് വെച്ചിരിക്കുന്നത്? മീറ്റർ ഇട്ട് വണ്ടി ഓടിക്കാള് ഇപ്പൊ എന്തോരം ആർട്ടിഫിഷ്യൽ AI ആയിട്ടുള്ള ടൂൾസ് ഈ പഴയ മീറ്റർ ഫൈൻ വാങ്ങാനും അല്ലെങ്കിൽ ആളുകൾ ക്യാമറ അടിക്കാനും ഒക്കെ വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള ക്യാമറകൾ വെച്ച് നാട്ടില് എന്തുകൊണ്ട് ഏറ്റവും ഡെവലപ്ഡ് ആയിട്ടുള്ള ഈ മീറ്റർ സംവിധാനം കൊണ്ടുവരുന്നില്ല? ശരിക്കും സമയം അതിക്രമിച്ചിരിക്കുകയാണ്. തീർച്ചയായും. അതായത് 4 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രം ഉള്ളിടത്ത് ആളുകൾ കയറി കഴിഞ്ഞാൽ 200 രൂപയാണ് വാങ്ങുന്നത്. അത് ചെറിയ പൈസയാണോ? 200 രൂപ ഉണ്ടാക്കണമെങ്കിൽ ആ ഒരാളെ 3 ദിവസം എത്ര ദിവസം അല്ലെങ്കിൽ എത്ര നേരം കഷ്ടപ്പെട്ട് അധ്വാനിച്ചായിരിക്കും 200 രൂപ എന്ന് പറയുന്നത് ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും ഒരേപോലെ എടുക്കാൻ പറ്റുന്ന ഒരു പൈസ അല്ല 200 രൂപ എന്ന് പറഞ്ഞാൽ വലിയൊരു എമൗണ്ട് തന്നെ. കൂട്ടത്തിൽ നല്ല ഓട്ടോക്കാരെ എനിക്ക് സ്മരിക്കേണ്ടി വരും. കാരണം ഞാൻ കോളേജ് പഠിച്ച സമയത്ത് ചിലപ്പോഴൊക്കെ കൈ ചില്ലറ കാണത്തില്ല. 100 രൂപ അന്നത്തെ കാലത്ത് 100 രൂപ വലിയ കാര്യമാണ്, 200 രൂപ വലിയ കാര്യമാണ്. അപ്പൊ കൊടുക്കും പറയും മോളെ ചില്ലറയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ കോളേജിലേക്കാണ്, അപ്പൊ എനിക്ക് ചില്ലറ സാരമില്ല, ഇനി എപ്പോഴെങ്കിലും കാണുമ്പോൾ നമുക്ക് വാങ്ങിക്കാം. അങ്ങനെ പറഞ്ഞ ഓട്ടോക്കാരുണ്ട്. കാണുമോ എന്ന് പോലും അറിയില്ല. അതോടെ തന്നെ ഈ പറയുന്ന പോലെ നമ്മുടെ ഈ കൊച്ചുവേളിയുടെ കേസ് ഞാൻ പറഞ്ഞില്ലേ, ഒരിക്കൽ ഞാൻ ട്രിവാൻഡ്രത്ത് ഇതുപോലെ ഷൂട്ടിന് പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് എനിക്ക് കൊച്ചുവേളി ഞാൻ ട്രെയിൻ ബുക്ക് ചെയ്ത് പോയി. അപ്പോൾ എനിക്ക് സെൻട്രലിൽ നിന്ന് ഈ പറയുന്ന എന്നെ ഷൂട്ട് ഈ പറയുന്ന പോലെ മീഡിയക്കാർ കൊണ്ടാക്കിയത് സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലാണ്.
ഞാൻ അവിടുന്ന്, പക്ഷെ പ്രീപെയ്ഡ് ടാക്സി അല്ല, അതിങ്ങോട്ട് ഇറങ്ങിയിട്ട് ബസ് കയറാമെന്ന് പറഞ്ഞാൽ വന്നപ്പോൾ ഒരു ഓട്ടോക്കാരൻ ഇങ്ങനെ കിടക്കുക, ഒരു പ്രായമുള്ള മനുഷ്യൻ. ഞാൻ ചോദിച്ചു, ചേട്ടാ ഇവിടുന്ന് കഴക്കൂട്ടത്ത് നിന്ന് ബസ് കിട്ടുമോ? ഈ കൊച്ചുവേളിക്ക് പോകണം, ഇവിടുന്ന് ബസ് കിട്ടില്ല, കഴക്കൂട്ടത്ത് പോയി കയറണം, അപ്പൊ മിനിമം ചാർജ് 30 കൊടുക്കണേ. അപ്പൊ പറഞ്ഞു എവിടെ പോരാ? ഞാൻ കൊച്ചുവേളിക്ക് പോരാ. എത്ര രൂപ തരാം? ഞാൻ പറഞ്ഞ 200 സ്കൂളിൽ പറഞ്ഞു, നീ നിനക്ക് ഇഷ്ടമുള്ളത് തന്നാൽ മതി, 200 രൂപ തന്നാൽ മതി എന്ന് പറഞ്ഞു. അത് അത്രയും ദൂരം ഉണ്ടായിരുന്നു പോകാനായിട്ട്. എന്നിട്ട് ഞാൻ ആ പൈസ 50 രൂപ കൂടുതൽ, എനിക്ക് തോന്നുന്നു 200, 210 കൊടുത്തു. ചില ആളുകളുടെ പെരുമാറ്റം കൊണ്ട് അയ്യോ പാവം തോന്നി നമുക്കും കൊടുക്കണമെന്ന് തോന്നുന്നവരുണ്ട് അല്ലേ? പിടിച്ചു പറിക്കാൻ നിൽക്കുന്ന പൗർണമി ഇത് ഭൂരിഭാഗവും എന്ന് വേണമെങ്കിൽ 20% ആൾക്കാർ താഴെ ഈ പറഞ്ഞ കേസിലുണ്ട്. ബാക്കി 80% ആൾക്കാരും പോക്കറ്റ് കീറുന്നവർ തന്നെയാണ്. അത് അവരുടെ അധികാരമാണ്. എങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ നോംസ്? ഇവരെന്തിനാണ് സവാരിക്കാരാക്കി വെച്ചിരിക്കുന്നത്? എന്തിനാണ് പബ്ലിക് ട്രാൻസ്പോർട്ട് ഇവരുടെ വീട്ടിൽ ടാക്സി ആയിട്ട് ഇങ്ങനെ ഒരു നിയമം തന്നെ നിലനിൽക്കുകയാണ്. യൂബറിൽ നമ്മൾ യൂബർ അല്ല ഓട്ടോ വിളിക്കും, നമ്മൾ ചിലപ്പോഴൊക്കെ കൊച്ചിയിൽ വിളിക്കുമ്പോൾ നമുക്ക് ഓട്ടോയിലും ഉണ്ടല്ലോ, കല്ലൂർ വരെ അല്ലെങ്കിൽ MG റോഡ് വരെ മെട്രോയിൽ പോകുന്നതിന് 46 രൂപ മേടിക്കുന്നത് നോർമലി മരം ചോദിക്കുകയാണെങ്കിൽ മറൈൻ ഡ്രൈവിന് 80 രൂപ, 40 രൂപ പ്ലസ് 40 രൂപയ്ക്ക് എന്താ നമുക്കൊരു ഫുഡ്. ഒരു ഗുണം എന്ന് പറയുന്നത് നമുക്ക് ഫെയർ അടക്കം അതിനകത്ത് ആ വിളിക്കുന്ന സമയത്ത് തന്നെ അറിയാം. പിന്നെ അതിനകത്തൊരു ചേഞ്ച് വരുന്നതെന്ന് പറഞ്ഞാൽ സമയത്തിനനുസരിച്ച് ചിലപ്പം ഉച്ച സമയത്താണെങ്കിൽ ചിലപ്പോൾ റേറ്റ് കുറവായിരിക്കും, സന്ധ്യ സമയത്താണെങ്കിൽ കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും. എന്നിരുന്നാൽ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. നമുക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ഓട്ടോ ഫെയർ മാറിക്കൊണ്ടിരിക്കുന്നു. ഓട്ടോ ഫെയർ മാറുന്നതിൽ തെറ്റില്ല, പക്ഷെ അതിനൊരു നിയമ സംവിധാനം വേണം. ആ നിയമ സംവിധാനത്തിനകത്ത് നിന്നുകൊണ്ട് വേണം ഓട്ടോക്കാര് പൈസ വാങ്ങിക്കാനായിട്ട്. മസ്റ്റ് ആയിട്ടും മറ്റ് നിയമങ്ങൾ പരിഷ്കരിക്കുന്ന കൂട്ടത്തിൽ ഗതാഗത മന്ത്രിയും മോട്ടോർ വാഹന വകുപ്പ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഓട്ടോക്കാർക്ക് ഈ പറയുന്ന പോലെ മീറ്റർ ഇട്ട് കൊടുക്കുക. ഒരു ഓട്ടോ വാങ്ങിക്കാമെങ്കിൽ അവർക്ക് അത് ആരായാലും മീറ്റർ ഇട്ടാ പോരാ. അത് പറഞ്ഞാൽ ഞാൻ അത് ഹൈലൈറ്റ് ചെയ്യുന്നു. മീറ്റർ ഉണ്ട്, എല്ലാത്തിനും മീറ്റർ ഉണ്ട്. പക്ഷെ മീറ്റർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന അത്യാധുനിക സംവിധാനങ്ങൾ ഉള്ളെങ്കിൽ അറ്റ്ലീസ്റ്റ് കള്ളത്തരങ്ങളില്ലാതെ ഓടിക്കാൻ കൃത്യമായി മീറ്റർ ഇടുന്ന ഒരു ഓട്ടോ ഓടിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ പബ്ലിക്കായിട്ട് ഓട്ടോ സവാരി ചെയ്യണമെങ്കിൽ മീറ്റർ ഇട്ട് തന്നെ ഓടിക്കണം എന്നുള്ള നിയമം നിഷ്കർഷിക്കുക, അല്ലെങ്കിൽ അതിനുള്ള ഫൈൻ ഇടിപ്പിക്കുക എന്നുള്ള കാര്യങ്ങൾ മന്ത്രി തീർച്ചയായിട്ടും ശ്രദ്ധിക്കണമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ കടുത്തിറക്കേണ്ടി വരില്ല. കൃത്യമായ പൈസ ആൾക്കാർക്ക് തരാൻ പറ്റും. അതോടെ ആൾക്കാർക്ക് പഴയ ആ ഒരു ഇഷ്ടം ഓട്ടോയിലേക്ക്, നമ്മൾ ഈ ഓട്ടോ ഒക്കെ കണ്ടതുപോലെ ഒരു ഇഷ്ടം നമുക്ക് നമ്മുടെ സ്വന്തം അയൽവക്കത്തുള്ള വണ്ടി എന്ന രീതിയിൽ നമുക്ക് അതിലേക്ക് പോകാൻ സവാരി ചെയ്യാനുള്ളൊരു കിട്ടും. അല്ലെങ്കിൽ എന്നേക്കുമായി തന്നെ നിന്ന് പോകുന്ന ഒരു സിറ്റുവേഷൻ എത്തും. അതുകൊണ്ട് അതിനുള്ള സാഹചര്യം ഒരുക്കാതെ ദയവ് ചെയ്ത് ആൾക്കാരുടെ കഴുത്തിറക്കുന്ന പരിപാടിക്ക് സർക്കാർ കൂട്ടു നിൽക്കാതെ ഇതിനൊരു അറുതി വരുത്തണമെന്ന് അപേക്ഷിക്കുന്നു.